Hi friends, welcome to Commerce Bytes. I hope you people are all doing well, and this video is part 20 of Model Question Paper series, and I am so happy and feeling so satisfied because you people are regularly following my videos for your Kerala Set 2021 preparations. That's why I am preparing part by part, and we have reached part 20 of Model Question Paper series. So let's begin, and today also we are having 7 set of questions which I have prepared them in single liner. Okay, each question I have prepared in single liners for your easy access, and question ഞാൻ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു തരാം, and you people will be understanding what is the question and what were the options എന്നുള്ളത്. Understood? So let's begin. Question number 1 ഇതാണ്. ഹോവാർഡ് ഗാർഡ്നർ ഇല്ലേ, ഹോവാർഡ് ഗാർഡ്നർ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പ്രൊപ്പൗണ്ട് ചെയ്തത്. ഹൂ സജസ്റ്റ് ദാറ്റ് ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ, എവറി ചൈൽഡ് ഷുഡ് ബി ടോട്ട് എവറി സബ്ജക്റ്റ് ഇൻ 8 different ways in order to develop all the intelligence. ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഇൻ്റലിജൻസ് ഇസ് സോൾലി ഡിറ്റർമൈൻഡ് ബൈ ഇൻ്റലിജൻസ് ക്വോഷ്യൻ ടെസ്റ്റ്. ഓപ്ഷൻ സിയിൽ പറയുന്നത് ടീച്ചർ ഷുഡ് യൂസ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആസ് എ ഫ്രെയിം വർക്ക് ഫോർ ഡിവൈസിങ് ഓൾട്ടർനേറ്റീവ് വേസ് ടു ടീച്ച് ദ സബ്ജക്റ്റ് മാറ്റർ. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത് എബിലിറ്റി ഇസ് ദ ഡെസ്റ്റിനി ആൻഡ് ഡസ് നോട്ട് ചേഞ്ച് ഓവർ എ പീരീഡ് ഓഫ് ടൈം. സോ ഇതിൽ ആപ്റ്റായിട്ട് നമുക്ക് തോന്നുന്നത് ഹോവാർഡ് ഗാർഡ്നർ അദ്ദേഹത്തിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ സി തന്നെയാണ്. അതുതന്നെയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ടീച്ചർ ഷുഡ് യൂസ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആസ് എ ഫ്രെയിം വർക്ക് ഫോർ ഡിവൈസിങ് ഓൾട്ടർനേറ്റീവ് വേസ് ടു ടീച്ച് എ സബ്ജക്റ്റ് മാറ്റർ. ഓരോ ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. സോ അവർക്ക് കിട്ടുന്ന ആ ഒരു ഫ്രെയിം വർക്കാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ഗോ സെർച്ച് ഫോർ ഡെയിലി ടോപ്പ് മിനി സീരീസ്. അതിൽ ഹോവാർഡ് ഗാർഡ്നറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ടിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ്. ഓക്കെ, അതിൽ ഒരു 8 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം ആ ഒരു തിയറിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഹോവാർഡ് ഗാർഡ്നർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഒരു ഫ്രെയിം വർക്കാണ്. അവരുടെ സബ്ജക്ട്സ് പഠിപ്പിക്കാനായിട്ട് ഈസി ആക്സസിൽ കുട്ടികൾക്ക് എങ്ങനെയും ഈസി ആയിട്ട് പഠിപ്പിക്കാം എന്നുള്ള ആ ഒരു ഫ്രെയിം വർക്കാണ് അദ്ദേഹം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു, റൈറ്റ്? സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Moving to the next question, which one of the following is the best suited for emotional development of a children? ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ എന്ത് ടൈപ്പ് ഓഫ് ക്ലാസ് റൂം എൻവയൺമെൻറ്റ് വേണമെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഡെമോക്രാറ്റിക് ക്ലാസ് റൂം എൻവയൺമെൻറ്റ്, ഓപ്ഷൻ ബി നോ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ ടീച്ചർ ആസ് ഇറ്റ് ഈസ് ദ ടാസ്ക് ഓഫ് ദ പാരൻസ്, ഓപ്ഷൻ സി controlled classroom environment, and option D authoritarian classroom environment. Here the answer will be democratic classroom environment. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഇതുപോലെ ബെസ്റ്റ് സ്യൂട്ടഡ്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. ഒരു ക്ലാസ് റൂം എൻവയൺമെൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോ സെർച്ച് ഫോർ ദ ഓപ്ഷൻ ഡെമോക്രാറ്റിക്. മനസ്സിലാവുന്നുണ്ടോ? ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങളവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഡെമോക്രാറ്റിക് തന്നെയായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ക്ലാസ് റൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നിങ്ങൾ കാണാപ്പാടാണെങ്കിലും കുഴപ്പമില്ല, ഇത് തന്നെയായിരിക്കും ആൻസർ, ഡെമോക്രാറ്റിക്. ഓക്കെ, അതിൽ പരം ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ദാറ്റ്സ് വൈ വി ആർ ഫോക്കസിങ് ഓൺ ഡെമോക്രാറ്റിക് ക്ലാസ് റൂം എൻവയൺമെൻറ്റ്. ഓക്കെ, അല്ലാതെ പറയുന്ന ഇപ്പോൾ ഓപ്ഷൻസിൽ പറയുന്നത് പാരൻസിൻ്റെ ടാസ്ക്കാണ്. അല്ല, ക്ലാസ് റൂം എൻവയൺമെൻറ്റ് ടീച്ചറിൻ്റെ ടാസ്ക്കാണ്. ആൻഡ് കൺട്രോൾഡ് ക്ലാസ് റൂം ആരെ കൊണ്ട് വേണമെങ്കിലും പറ്റും, പക്ഷേ ഒരു ഡെമോക്രാറ്റിക് ക്ലാസ് റൂം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഒരു ടീച്ചറിൻ്റെ സക്സസ്ഫുൾനെസ്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ഡി അതോറിറ്റേറിയൻ, അത് കൺട്രോൾഡ് ക്ലാസ് റൂമിൻ്റെ തന്നെ മറ്റൊരു പേരാണ്. ആർ യു ഗെറ്റിംഗ്? So moving to the next question, which one of the following is not suitable for formative assessment task? ഒരു ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ടാസ്ക് ആയിട്ട് നമുക്ക് ഇതിൽ സ്യൂട്ടബിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഓപ്ഷൻ എ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻ ബി
project, option C observation, and option D ranking the students. So ഇവിടെ നിങ്ങൾക്ക് പ്രൊജക്റ്റും ഒബ്സർവേഷനും ഫോർമേറ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. ഇനി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊരു പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഡിഡ് യു ഡു യുവർ ഹോംവർക്ക് ഓർ നോട്ട്, യെസ് ഓർ നോ എന്നുള്ളത് ഒരു ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ വാട്ട് ഈസ് മെന്റ് ബൈ ദ ടേം മോറൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അവിടെ സ്റ്റുഡൻ്റാണ് ആൻസർ പറയേണ്ടത്. ആ ടൈപ്പ് ഓഫ് പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? ഫോർമേറ്റീവ് അസസ്മെൻറ്റിലാണ്, ക്ലാസ് റൂമിലാണ് ഈ ടൈപ്പ് ഓഫ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലേ? സോ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ടാസ്കിൽ വരുന്നതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, പ്രൊജക്റ്റ്, ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ടീച്ചർ സ്റ്റുഡൻറ്റിനെ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ കൊണ്ട് ഇവിടെ ഓപ്ഷനിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത് റാങ്കിങ് ദ സ്റ്റുഡൻസ്. ഈ റാങ്കിങ് ദ സ്റ്റുഡൻസ് എവിടെ നടത്തുന്നതെന്നറിയും? സബ്മിറ്റീവ് അസസ്മെൻറ്റിലാണ് റാങ്കിങ് കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ സ്റ്റുഡൻസിൻ്റെ എൻഡ് ഓഫ് ദ റിസൾട്ട്സ് ഗ്യാദർ ചെയ്തിട്ട് അവിടെയാണ് റാങ്കിങ് പ്രോസസ്സ് നടക്കുന്നത്. അണ്ടർസ്റ്റുഡ്? ദാറ്റ്സ് ഇറ്റ്. നൗ ലെറ്റ്സ് മൂവ് ടു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പല പ്രാവശ്യം മിക്കപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമ്മളൊക്കെ ഫ്യൂച്ചർ ടീച്ചേഴ്സാണ്, റൈറ്റ്? സോ ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ പല ഓപ്ഷനിലിട്ട് കേരള സെറ്റ് എക്സാമിനേഴ്സ് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ടു ബി എഫക്റ്റീവ് ടീച്ചർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു. ഒരു എഫക്റ്റീവ് ടീച്ചറായിരിക്കാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ എംഫസൈസ് ഡിക്റ്റേറ്റിംഗ് ആൻസേഴ്സ് ഫ്രം ദ ബുക്ക്. ഓപ്ഷൻ ബി ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ലേണിംഗ് റാദർ ദാൻ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഓപ്ഷൻ സി avoid disruption caused due to questioning by the students. And option D be in touch with each and every child. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ പറയുന്നത് എന്താ? ജസ്റ്റ് ബുക്കിൽ നിന്ന് ആൻസർ വെറുതെ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുക, വെറുതെ പറഞ്ഞു പോവുക എന്നുള്ളത്. നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഓപ്ഷൻ എ അല്ല കറക്റ്റ് ആൻസർ എന്നുള്ളത്. സോ അപ്പോൾ തന്നെ ക്രോസ് ചെയ്തേക്കൂ. ഇനി ഓപ്ഷൻ ബിയിലേക്ക് നോക്കാം. ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ലേണിംഗ് റാദർ ദാൻ ഗ്രൂപ്പ് ലേണിംഗ്. ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റിയും കൺസിഡർ ചെയ്യണം, അതുപോലെ ഇൻഡിവിജ്വൽ ലേണിങ്ങും കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും കറക്റ്റ് ആൻസർ അല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, so now let's move to the next point. Avoid disruption caused due to the questioning by the students. സ്റ്റുഡൻസ് നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിച്ച് അതൊരു പ്രോബ്ലമാണ് അല്ലെങ്കിൽ അതെനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡല്ല ആസ് എ ടീച്ചർ നമ്മൾക്ക് വേണ്ടത്. സ്റ്റുഡൻസ് ആണ്, അവർക്ക് ചിലപ്പോൾ അറിയാത്തതുണ്ടാവും, ഈവൻ നമ്മൾക്കും അറിയാത്തതുണ്ടാവും. സോ നമ്മൾക്കിപ്പോൾ അറിയാത്തതാണ് കുട്ടികൾ ചോദിക്കുന്നതെങ്കിൽ ഐ വിൽ ബി റെഫറിങ് ദിസ് ആൻഡ് വിൽ ടെൽ ടുമോറോ എന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാനുള്ള ആ ഒരു വിൽ പവർ നിങ്ങൾക്ക് വേണം. അല്ലാതെ ആ കുട്ടി എന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്, ഇല്ലെങ്കിൽ എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു സ്റ്റുഡൻറ്റിനോടും കാണിക്കരുത്. ഓക്കെ, ഐ തിങ്ക് മൈ ഫ്യൂച്ചർ ടീച്ചേഴ്സ് ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്, റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. സോ പിന്നെ പറയുന്നത് എന്താ? ഓപ്ഷൻ ഡി ബി ഇൻ ടച്ച് വിത്ത് ഈച്ച് ആൻഡ് എവറി ചൈൽഡ്. എൻ്റെ ഏറ്റവും വലിയ ഒരു ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്കുള്ളത് ഓപ്ഷൻ ഡി തന്നെയാണ്. ഓൾവേസ് ബി ഇൻ ടച്ച് വിത്ത് ഈച്ച് ആൻഡ് എവറി ചൈൽഡ്. എല്ലാ ചൈൽഡും യുണീക്കാണ്, ഡിഫറെൻ്റ് ആണ്. സോ എപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന, ഇപ്പം നമ്മൾക്ക് ഒരു ക്ലാസ് ഇൻചാർജ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾക്കൊരു ഇൻചാർജ് കിട്ടുകയാണെങ്കിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് 50 സ്റ്റുഡൻസ് ആൻഡ് ട്രൈ ടു ബി വിത്ത് ദം അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സ് അവരായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇന്ന ഈ സ്റ്റുഡൻറ്റ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ടൈപ്പാണ്, അങ്ങനെയാണ് ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആളുടെ പഠിത്ത രീതികൾ ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റിവെച്ച് അവരായിട്ട് ഒരു പേഴ്സണൽ ടച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു സ്കൂൾ എന്ന് പറയുന്നത് അവർക്കൊരു സെക്കൻഡ് ഹോമാണ്. അതുപോലെ തന്നെ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്കൊരു സെക്കൻഡ് മോമാണ്. ഓക്കെ, അവർക്ക് ചിലപ്പോൾ പാരൻസിനോട് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അത്ര ഫ്രണ്ട്ലി ആണ്, അത്ര ട്രസ്റ്റ്ഫുള്ളാണ് ഒരു ടീച്ചറെങ്കിൽ അവർ വന്ന് നമ്മളോട് പറയും. ഇറ്റ് വിൽ ബി വെരി good if they are having someone to
ഷെയർ ദെയർ പ്രോബ്ലംസ്. നമ്മൾ ആസ് എ ടീച്ചർ നമ്മളെ കൊണ്ട് അവർക്ക് എന്താണോ സപ്പോർട്ടിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്, വി ഷുഡ് ഡു ദാറ്റ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. ഞാനിതൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നല്ല പറയുന്നത്. നിങ്ങൾ നാളെ ഒരു ഫ്യൂച്ചർ ടീച്ചറായി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസിനോട് കാണിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഐ ഷുഡ് ഫീൽ ലൈക്ക് ബ്ലെസ്ഡ്. ഓക്കെ, എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ മാം എൻ്റെ ക്ലാസ് ടീച്ചറായത് എൻ്റെ മഹാഭാഗ്യം, എൻ്റെ ഭാഗ്യം എന്ന് പറയാൻ പറ്റണം. ഓക്കെ, അതുപോലെ ആയിരിക്കണം നമ്മളുടെ സ്റ്റുഡൻസിനോട് പെരുമാറേണ്ട ആ ഒരു രീതി. അണ്ടർസ്റ്റുഡ്? Now let's move to the next question. Out of the box thinking is related to option A, consistent thinking, option B, memory based thinking, option C, divergent thinking, and option D, convergent thinking. Here the answer will be option C, that is divergent thinking. ഇതിൽ പറയുന്ന ഓപ്ഷൻ എ കൺസിസ്റ്റൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ തിങ്ക് ചെയ്യുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് പെർട്ടിക്കുലർ രീതി നമ്മൾ ഫോളോ ചെയ്യുന്നതിനെയാണ് കൺസിസ്റ്റൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ബിയിൽ പറയുന്നത് മെമ്മറി ബേസ്ഡ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മെമ്മറിയിൽ നിന്ന് എടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ തിങ്കിങ് എന്നുള്ള രീതിയാണ് മെമ്മറി ബേസ്ഡ് തിങ്കിങ്. ആൻഡ് ഓപ്ഷൻ ബിയിൽ പറയുന്നതാണ് ഡൈവേർജൻറ്റ് തിങ്കിങ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഡൈവേർജൻറ്റ് തിങ്കിങ് എപ്പോഴും ടീച്ചേഴ്സ് എപ്പോഴും നമ്മളോട് പറയും തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്, എന്തെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണം, എന്തെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് പറയാറുണ്ട്. യെസ്, ഇറ്റ് വിൽ. കാരണം നമ്മളുടെ ആ ഒരു തിങ്കിങ്, നമ്മളുടെ ആ ഒരു കോഗ്നേറ്റീവ് എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് പറയുന്നത്. തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ യൂട്യൂബിൽ കുറേ അധികം വീഡിയോസ് കാണും. അതും ചിലതൊക്കെ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ചാനൽസൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്, റൈറ്റ്? സോ അത് അങ്ങനെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് തിങ്കിങ്ങിനെയാണ് തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ് എന്നൊക്കെ പറയുന്നത്. Okay, so I hope this question is all clear, and here the answer will be option C, that is divergent thinking. Okay, now let's move to the next question. Inclusion of children with special needs. ഇൻക്ലൂഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡിസേബിലിറ്റീസ് ഉള്ള സ്റ്റുഡൻസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്, ആ ഒരു ടേമിനെയാണ് ഇൻക്ലൂഷൻ ഓഫ് ചിൽഡ്രൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ അൺറിയലിസ്റ്റിക് ഗോൾ, അതായത് നമുക്ക് നടക്കാൻ പറ്റാത്തൊരു ഗോളാണെന്നുള്ളത്. സോ അത് തെറ്റായിട്ടൊരു ഓപ്ഷനാണ്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഇറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ടു ചിൽഡ്രൻ വിത്തൗട്ട് ഡിസേബിലിറ്റീസ്. ആകെ ഡിസേബിലിറ്റീസ് ഇല്ലാത്ത കുട്ടികളായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ എഡ്യൂക്കേഷൻ മൂവ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി എ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ഓപ്ഷൻ സിയിൽ പറയുന്നത് വിൽ ഇൻക്രീസ് ദ ബേർഡൻ ഓൺ സ്കൂൾസിന് അവരുടെ ബേർഡൻ കൂടുമെന്ന്. ആൻഡ് ഓപ്ഷൻ സി വിൽ ഓൾസോ ബി എ റോങ് ആൻസർ. And the correct answer will be option D, that is it requires a change in attitude, content and approach to the teaching. ഒരു ചിൽഡ്രൻ, അതും ഡിസബിലിറ്റീസ് ഉള്ള ഒരു ചിൽഡ്രനെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് എ മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, കണ്ടൻറ്റ്, അതുപോലെ ടീച്ചിങ് അപ്രോച്ച് ഒന്നൊരു ചേഞ്ച് വരുത്തുക. ഓക്കെ, ഒരു ഓൾട്ടറേഷൻ വരുത്തേണ്ടി വരും ആ ഒരു ടൈപ്പ് ഓഫ് കുട്ടി നമ്മളുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ. Understood? That's it. Very simple. Right? Now let's move to the next question. ഞാൻ നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യൻ പല പ്രാവശ്യം സെയിം ക്വസ്റ്റ്യൻ അല്ല വേറൊരു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഓഫ് മൈ സ്റ്റുഡൻസ് ആർ റിമെമ്പറിങ് ദാറ്റ് പെർട്ടിക്കുലർ സെഷൻ. സോ ലെറ്റ്സ് ട്രൈ ഹൗ മെനി ഓഫ് യു ആർ ഗെറ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ സെഷൻ എന്നുള്ളത്. യുവർ പാരൻസ് വിൽ ബി പ്രൗഡ് ഓഫ് യു ഇഫ് യു ആർ ഓണസ്റ്റ്. നിങ്ങളുടെ പാരൻസിന് അഭിമാനിക്കാം എപ്പോൾ നിങ്ങൾ സത്യസന്ധരാണ് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ. സോ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എവിടെയെങ്കിലും മുന്നേ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏകദേശം സിമിലർ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്? സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് നമ്മളുടെ കൊഹൽബർഗ് അല്ലേ, കൊഹൽബർഗിൻ്റെ സ്റ്റേജസ് ഓഫ് മോറൽ റീസണിങ്ങിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് യുവർ പാരൻസ് വിൽ ബി പ്രൗഡ് ഓഫ് യു ഇഫ് യു ആർ ഓണസ്റ്റ്, സോ യു ഷുഡ് ബി ഓണസ്റ്റ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻസ് വരുന്നത് പണിഷ്മെൻറ്റ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ, ഓപ്ഷൻ ബിയിൽ വരുന്നത് സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ, ആൻഡ് ഓപ്ഷൻ സിയിൽ വരുന്നത് ഗുഡ് ഗേൾ ഗുഡ് ബോയ് ഓറിയൻറ്റേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ.
Here the answer will be option C, that is good girl good boy orientation. എൻ്റെ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ കൊഹൽബർഗ് മോറൽ ഡെവലപ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം ദിസ് ടൈം കൊഹൽബർഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഫോർ ഷുവറാണ്. ഓക്കെ, അതിൽ 3 സ്റ്റേജസ് ഉണ്ട്. കൺവെൻഷണൽ സ്റ്റേജ്, പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്. അതിൽ വരുന്ന ഒരു സെക്ഷനാണ് ഇപ്പോൾ പറഞ്ഞ ഗുഡ് ഗേൾ ഗുഡ് ബോയ് ഓറിയൻറ്റേഷൻ. കൺവെൻഷണൽ സ്റ്റേജിൽ വരുന്ന ഇൻ്റർപേഴ്സണൽ കോൺകോർഡൻസ് ഓറിയൻറ്റേഷനിൽ വരുന്നതാണ് ഡൂയിങ് വാട്ട് ഇസ് റൈറ്റ് അക്കോർഡിംഗ് ടു ദ മെജോറിറ്റി ടു ബി എ ഗുഡ് ഗേൾ ഗുഡ് ബോയ്. നമ്മളുടെ ഈ ഒരു പ്രസൻറ്റ് സൊസൈറ്റിയിൽ നമുക്കെപ്പോഴും ഒരു ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഇമേജ് ഉണ്ടാക്കാനാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും അല്ലെങ്കിൽ കൂടെ ഒരു 5% ഓഫ് ദി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻ കാണിക്കുന്നത് ഒരു ഗുഡ് ബോയ് ഗുഡ് ഗേൾ എന്നുള്ള ആ ഒരു ഓറിയൻറ്റേഷനാണ്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഓറിയൻറ്റേഷൻ വരുന്നത് ഇൻ്റർപേഴ്സണൽ കോൺകോർഡൻസ് ഓറിയൻറ്റേഷൻ. അത് കൺവെൻഷണൽ സ്റ്റേജിലാണ്. അണ്ടർസ്റ്റുഡ്? അത് ഞാൻ നല്ല ക്ലിയർ ആയിട്ട് ക്രിസ്പായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഡെയിലി ടോപ്പ് മിനി സീരീസിൽ. നിങ്ങൾ മസ്റ്റായിട്ട് പോയി വാച്ച് ചെയ്യണം കൊഹൽബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി. Are you getting my point? So that's it. With this note, we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.